അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 സാമ്പിൾ സൈൻ ടെസ്റ്റ് ആണ്. 1 സാമ്പിൾ സൈൻ ടെസ്റ്റ് എന്താണ്, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തു. ഇനി 2 സാമ്പിൾ, അവിടെ എന്തായിരുന്നു, ഒറ്റ സാമ്പിളേ ഉണ്ടായിരുന്നുള്ളൂ. 2 സാമ്പിൾ സൈൻ ടെസ്റ്റ് പറഞ്ഞാൽ ഇവിടെ 2 സാമ്പിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, നോക്കാം. സപ്പോസ് എക്സ് ആൻഡ് വൈ ആർ 2 വേരിയബിൾ ആൻഡ് ദെയർ n വാല്യൂസ് ആർ നോൺ. ഓക്കെ, we get n pair of values in such problems. Each pair can be replaced by positive or negative sign. അതായത് നമുക്ക് 2 സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ടാവും, എക്സും വൈയും. ആ എക്സിനെയും വൈനെയും കൂടെ കൂട്ടിയിട്ടാണ് n പെയർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? n പെയർ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ എക്സ് ഒരു 10 ഉണ്ട്, വൈ 10 ഉണ്ട്. അപ്പോൾ 10 10 20 അല്ല എന്നിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. n എന്താണ്, 10 ആണല്ലേ. ഓരോ പെയർ ആയിട്ടാണ് നമുക്ക് കിട്ടാം. If in a pair first value is greater than second, we put positive sign. If the first value is less than the second value, we put negative sign. If both are equal, concerning pair is discarded. In 2 sample test, we want to test whether 2 population are identical. Okay. അപ്പോൾ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്തിട്ട് ഇത്രയും പോർഷൻ എഴുതുക. വീഡിയോ പോസ് ചെയ്യുക, ഇത്രയും പോർഷൻ എഴുതുക. ഓക്കെ, നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ എന്താ ടെസ്റ്റ് ചെയ്യാൻ പോണത്, ഈ 2 പോപ്പുലേഷൻ, നമ്മൾ 2 സാമ്പിൾ എടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു പോപ്പുലേഷൻ ആയിരിക്കുമല്ലോ. ആ 2 പോപ്പുലേഷനും ഐഡൻറ്റിക്കൽ ആണ്, അല്ലെങ്കിൽ ഒരുപോലെയാണ്, ഒരേ ബിഹേവിയർ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണത്. ഓക്കെ, ആ പ്രൊസീജിയർ നോക്കുകയാണ്. ഫസ്റ്റ് എന്താണ്, പി അല്ലേ. പി എന്താണ്, 1/2 എഗെയിൻസ്റ്റ് H1 എന്താണ്, പി നോട്ട് ഈക്വൽ ടു 1/2. ഓക്കെ, പി നോട്ട് ഈക്വൽ ടു 1/2. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ 1 സാമ്പിൾ സൈൻ ടെസ്റ്റിൽ ചെയ്ത പോലെ തന്നെ പി ഈസ് ഈക്വൽ ടു 1/2 എഗെയിൻസ്റ്റ് H1, പി നോട്ട് ഈക്വൽ ടു 1/2. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് പ്രപ്പോർഷൻ പി. നമ്മളവിടെ പി സ്റ്റാർ എന്ന് കൊടുത്തിരുന്നു, ഇവിടെ പി കൊടുത്തു, കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് പ്രപ്പോർഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പി കൊടുത്തു. പി എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ, നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രപ്പോർഷൻ കാണാൻ എന്താണ് ചെയ്യേണ്ടത്, നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻ. ഓക്കെ, ഇനി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണ്, പി മൈനസ് 1/2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1/4 ഡിവൈഡഡ് ബൈ n. ഓക്കെ, ഇതിൽ n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻ ആണ്. n ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻ ആണ്. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് 3 എഴുതുക, പ്രൊസീജിയർ 3 എഴുതുക. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി അടുത്തത് എന്താണ്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ കണ്ടുപിടിക്കുക, ടേബിൾ വാല്യൂ ഫ്രം ടി ടേബിൾ കണ്ടുപിടിക്കുക, ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അപ്പോൾ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഏറ്റവും താഴെയുള്ള വാല്യൂ എടുക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ 3 സ്റ്റെപ്പും കൂടെ എഴുതുക കേട്ടോ. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാം കേട്ടോ. ദ ഫോളോയിങ് ആർ ദ നമ്പേഴ്സ് ഓഫ് ദ ടിക്കറ്റ്സ് ഇഷ്യൂഡ് ബൈ 2 സെയിൽസ്മെൻ ഓൺ 11 ഡേയ്സ്. ഫസ്റ്റ് സെയിൽസ്മെൻ ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ട്, സെക്കൻഡ് സെയിൽസ്മെന്നിൻ്റെയും ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അവർ ഇഷ്യൂ ചെയ്ത ടിക്കറ്റിൻ്റെ നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. യൂസ് സൈൻ ടെസ്റ്റ് ടു 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ടു ടെസ്റ്റ് ദ നൾ ഹൈപ്പോത്തിസിസ് ദാറ്റ് ദ ആവറേജ് on the average the 2 salesmen issue equal number of tickets. ഓക്കെ, അപ്പോൾ 2 എന്താണ് ആൾക്കാർ ഇഷ്യൂ ചെയ്ത ടിക്കറ്റിന് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അവർ പിന്നെ എന്താണ് ആവറേജ്, രണ്ടും ഇഷ്യൂ ചെയ്ത ആവറേജ് ടിക്കറ്റ് സെയിം ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ടെസ്റ്റ് ദ നൾ ഹൈപ്പോത്തിസിസ് ദാറ്റ് ഓൺ ദ ആവറേജ് ദ 2 സെയിൽസ്മെൻ ഇഷ്യൂ ഈക്വൽ നമ്പർ ഓഫ് ടിക്കറ്റ്, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ യൂസ് സൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 2 സാമ്പിൾ ഉണ്ട്. അപ്പോൾ അതെന്താണ് 2 സാമ്പിൾ സൈൻ ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാട്ടോ. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള 2 ഡാറ്റയും നമ്മൾ എന്ത് ചെയ്യുക, എടുത്തെഴുതാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവും. ഇനി ആൻസർ ചെയ്യാണ്. അപ്പോൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 സെറ്റ് ഓഫ് ഡാറ്റ അല്ലേ, 2 സെറ്റ് ഓഫ് ഡാറ്റ മീൻസ് 2 സാമ്പിൾസ് ഉണ്ട്. ഇത് ഫസ്റ്റ് ഡാറ്റ, ഇത് സെക്കൻഡ് ഡാറ്റ. അപ്പോൾ രണ്ടും എഴുതാം. രണ്ടും എഴുതിയിട്ട് ഇവിടെ സൈൻ എന്നുള്ള ഒരു കോളം കൂടെ ഉൾപ്പെടുത്താം. ഇനി എങ്ങനെ അറിയോ, ഈ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിനേക്കാളും കുറവാണെങ്കിൽ നെഗറ്റീവ് കൊടുക്കുക. നോക്ക്, ഇവിടെ 7 10നേക്കാളും കുറവല്ലേ, അപ്പം നെഗറ്റീവ് കൊടുത്തു. ഇവിടെ 10 13നേക്കാളും കുറവല്ലേ, നെഗറ്റീവ് കൊടുത്തു. അടുത്ത് നോക്ക്, രണ്ടാളും 14, അപ്പം എന്താ കൊടുക്കേണ്ടത്, 0 ആണ്.
പിന്നെ ഇത് 12 11 അല്ലേ, 11 കൂടുതലാണ് 12. അപ്പം എന്ത് കൊടുത്തു? പോസിറ്റീവ്. 6 10 എന്താ കൊടുക്കേണ്ടത്? 6 10 നെഗറ്റീവ് കൊടുത്തു. 9 7 പോസിറ്റീവ് കൊടുത്തു. 11 15 നെഗറ്റീവ് കൊടുത്തു. 13 11 പോസിറ്റീവ് കൊടുത്തു. 7 10 നെഗറ്റീവ് കൊടുത്തു. 6 9 നെഗറ്റീവ് കൊടുത്തു. 10 8 പോസിറ്റീവ് കൊടുത്തു. സംശയമില്ലല്ലോ. ആദ്യത്തേത് വലിയ നമ്പർ ആണെങ്കിൽ പോസിറ്റീവ് കൊടുക്കുക, ആദ്യത്തേത് ചെറിയ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യുക? നെഗറ്റീവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ നമ്മൾ സൈൻ കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്യുക, ഇത്രയും എഴുതുക. ഓക്കെ, ഇനി നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻ. അതിൽ എത്ര പോസിറ്റീവ് സൈൻ ഉണ്ട്? 4 പോസിറ്റീവ് സൈൻ ഉണ്ട്. നമ്പർ ഓഫ് നെഗറ്റീവ് സൈൻ, എത്ര നെഗറ്റീവ് സൈൻ ഉണ്ട്? 6 നെഗറ്റീവ് സൈൻ ഉണ്ട്. ഇനി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ്, നമ്മൾ പഠിച്ചു ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻ അല്ലേ. എത്ര പോസിറ്റീവ് സൈൻ ഉണ്ട്? 4. എത്ര നെഗറ്റീവ് സൈൻ ഉണ്ട്? 6. അപ്പം മൊത്തം എത്ര സൈൻ ഉണ്ട്? 10 സൈൻ ഉണ്ട്. അപ്പം എന്നെ അതാണ് എടുക്കേണ്ടത്, 10. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, ഈ 3 സ്റ്റെപ്പ് എഴുതാം. എഴുതിയിട്ടുണ്ടാവും. ഇനി നമ്മൾ അതിൻ്റെ പ്രൊസീജിയർ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പ്രൊസീജിയർ എന്താണ്? എച്ച് നോട്ട് പി is equal to 1 നോട്ട് എഗെയിൻസ്റ്റ് H1 P നോട്ട് ഈക്വൽ ടു 1/2. നമ്മൾ തന്നിട്ടുള്ള അതേ പ്രൊസീജിയർ എഴുതി. ഇനി പ്രപ്പോർഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ്, ടോട്ടൽ ആട്ടത്, ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻ. ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻ. എത്ര പോസിറ്റീവ് സൈൻ ഉണ്ട്? 4 എണ്ണം. മൊത്തം എത്ര സൈൻ ഉണ്ട്? 10 എണ്ണം. ഓക്കെ, പൂജ്യം ഉള്ളത് ഒഴിവാക്കാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പൂജ്യം വന്നാൽ നമ്മൾ അത് നോക്കിയേ വേണ്ട, ഒഴിവാക്കി. അപ്പോൾ 4/10 എന്ത് കിട്ടി? 0.4 കിട്ടി. ഓക്കെ, ഇനി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? P - 1/2 ഡിവൈഡഡ് ബൈ √1/4/n ഈക്വൽ ടു 0.4 - 1/2 ബൈ √1/4/10. അതായത് പി പറഞ്ഞാൽ 0.4, അത് ഇവിടെ കൊടുത്തു. 1/2 1/2 തന്നെ. ഇവിടെ എന്താണ്? 1/4 അല്ലേ, 1/4 അതേപോലെ നിർത്തി. ഡിവൈഡഡ് ബൈ n എന്താണ്? 10 ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻ എത്രയാണ്? 10 10 കൊടുത്തു. അപ്പോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? 0.63 ആണ്, 0.63. ഓക്കെ, വീഡിയോ പോസ് ചെയ്തിട്ട് ഇത്രയും എഴുതാം. എഴുതിയിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്താണ് അടുത്ത സ്റ്റെപ്പ്? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ. അപ്പോൾ ആൽഫ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്ക് 1% തന്നിട്ടുണ്ട് അല്ലേ, 1% എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എന്താണ്? 0.01 ആണ്. ഇനി നമുക്കറിയാലോ, ആ ടേബിൾ നോക്കുക. ആൽഫ എന്താണ്? ടേബിൾ നോക്കിയിട്ട് 0.01 ഡാർക്ക് കളറിൽ 0.01 കൊടുത്തതിൻ്റെ ഏറ്റവും താഴെയുള്ള വാല്യൂ നോക്കുമ്പോൾ എന്ത് കിട്ടും? 2.576 കിട്ടും. ഡിസിഷൻ മേക്കിംഗ് കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 0.63 ആണ്. ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 2.576 ആണ്. എന്താണ്? അക്സെപ്റ്റ് എച്ച് നോട്ട്. നമുക്ക് എന്ത് പറയാം? രണ്ട് പോപ്പുലേഷനും ഐഡൻറ്റിക്കൽ ആണെന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഒരുപോലെയാണ്, അല്ലെങ്കിൽ ഇതിൽ എന്ത് പറയാം? രണ്ട് സെയിൽസ്മെനും ആവറേജ് ആയിട്ട് അവർ ഈക്വൽ നമ്പർ ഓഫ് ടിക്കറ്റ്സ് ആണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? ഇത്ര എഴുതാം കേട്ടോ, വീഡിയോ പോസ് ചെയ്തിട്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആട്ടോ അത്. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ ചെയ്യാം. ഓക്കെ.